നമസ്കാരം കൂട്ടുകാരെ, ശാലീന ടീച്ചറിൻ്റെ നിത്യതി നൃത്ത നാട്യകലാലയിലേക്ക് ഭാരത നടനത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ നിത്യതി മക്കൾക്ക് നമ്മുടെ കൂട്ടുകാരോട് ഒരു കാര്യം പറയാനുണ്ട്. അപ്പോൾ അതെന്തുവാന്നുള്ളതൊന്ന് കേൾക്കാം. കേട്ടിട്ട് മനോഹരമായ ഒരു ഡാൻസ് അത് കണ്ടിട്ട് കൂട്ടുകാർ അഭിപ്രായം പറയട്ടെ. പറഞ്ഞു അനാമിക മോളെ. അപ്പോൾ നമസ്കാരം. ഞങ്ങളിപ്പോൾ കുറേ കാലമായിട്ട് പഠനമാണല്ലോ. അപ്പൊ ചേച്ചി പറഞ്ഞു പഠിച്ചത് മതി, ഇനി കുറച്ച് കാര്യത്തിലോട്ട് കടക്കാൻ. അതുകൊണ്ട് ഞങ്ങൾക്ക് ചെറിയൊരു പ്രോജക്റ്റ് തന്നു. അപ്പോ അസൈൻമെന്റ്. അതെ, ഇപ്പോ ആ പ്രോജക്റ്റിൽ പണി കിട്ടിയത് എനിക്കാണ്. ഞാനാണ് ഗ്രൂപ്പ് ലീഡർ. അതെ അതെ അതെ. അപ്പോ ഇന്ന് എനിക്ക് തന്നിരിക്കുന്നതെന്ന് വെച്ചാല് പുറത്ത് പോയിട്ട് ഒരു പാട്ട് തന്നിട്ടുണ്ട്. അതിന് ഡയറക്റ്റ് ചെയ്യണം. ഡയറക്ടർ അനാമികയാണ് ഇന്ന്. എന്താവും എന്നറിയില്ല. ശുഭപ്രതീക്ഷയോടെ പോകാനായിട്ട് പോകുവാണ്. ശരി, ഇനി അഭിരാമി മോളും കൂടെ ഉണ്ട്. അഭിരാമി സ്പോട്ടിലെത്തും. അവിടെ ലൊക്കേഷനിൽ ഓക്കെ. ലൊക്കേഷൻ എവിടെയെന്ന് അറിഞ്ഞൂടാ. മക്കളെ, നിങ്ങൾക്കൊക്കെ എങ്ങനെയുണ്ട്? നമ്മുടെ അനാമിക മോളുടെ ഡയറക്ഷനിൽ വിശ്വാസമുണ്ടോ? തകർത്തിരിക്കും. അതെ അതെ. ഓക്കെ, എങ്ങനെയുണ്ട്? ജനമോൾക്ക് വിശ്വാസമാണോ? വിശ്വാസമല്ലേ? നിത്യതയിലെ കുട്ടിയാണ്. അപ്പൊ അത് തീർച്ചയായിട്ടും പുറത്ത് വന്നിരിക്കും. അയ്യോ, അവസാനം കണ്ട് കൊളായി പോകുന്നു. എന്തോ വിശ്വാസമാണ്. കാരണം വിശ്വാസം ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുളമാക്കി കളയും. വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്തുള്ള വിശ്വാസം വേണമല്ലോ എന്ന് വിചാരിച്ച് നന്നായിട്ട് ചെയ്യും. ശരി, അപ്പൊ അവിടെ കൂട്ടുകാരെല്ലാവരും ഒന്ന് കാണട്ടെ. കണ്ടിട്ട് നമുക്ക് അഭിപ്രായം പറയാം. തീർച്ചയായിട്ടും അറിയിക്കണം. പാട്ട് കാണിക്കാം. കണ്ണത്തി കടകണമുണ്ടത്തി പരലിന്റെ കട്ടു ജല ജലമ പോട്ടി മാനത്ത് പറകണ ചമ്പരന്തിന്റെ കണ്ണു ജല ജലകി പോട്ടി, കണ്ണു ജല ജലകി പോട്ടി. കക്കമലയിലെ കക്കമരത്തിലെ കാറ്റിൻ കൊഞ്ചലോ പെണ്ണേ നീ, കണ്ണേ താമരേ കാതിൽ തേന്മഴേ കണ്ടം കൂട്ടടി പൂഞ്ചോലേ, പാടം പൂത്തതറിഞ്ഞോടി പൂവരമ്പിൽ വാടി കന്നി മടന്നേ, കാടൻ കാറ്റു കിതച്ചോടും ജാത്തിറമ്പിൽ കൂടാം കാട്ടുകരിമ്പേ, താനകർ 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 താതിരുന്നോ, താനകർ 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 താതിരുന്നോ. കാക്കമലയിലെ കൈക്കമരത്തിലെ കാറ്റിൻ കൊഞ്ചലോ പെണ്ണേ നീ, കണ്ണേ താമരേ കാതിൽ തേന്മഴേ കണ്ടം പൂട്ടടി പൂഞ്ചോലേ. പൂത്തൊരുങ്ങും കരിക്കൈതൂരെ പഴം കാട്ടുമായി പാർത്തു നിന്നേ, ഒരു വെള്ളം കരിക്കോരി നീക്കാൻ കരിങ്കോരനും കാത്തു നിന്നേ, ചേറ്റുമുളം പേറ്റി വരും നീറ്റിമുളങ്ങാട്ടെ ആട്ടകളോടെ ചൊടുവിൽ നീയും ഇതാ തോറ്റേ, കരിവയലിലെ കുടമണിയുടെ കുളുകുളുങ്ങൽ പോലെ കുറുകണ പുഞ്ച കുഴുകിച്ച് നദി കുടുക്കിട്ടതാരേ, കളിച്ചിരിയുടെ കുളിരിത കടലിത മുതിരുകൾ പോലെ കളകടക്കണ്ണി കുഞ്ഞിക്കിനാവിന്റെ കരിവഴിയിട്ടതാരേ, കണ്ണത്തി കടകണമുണ്ടത്തി പരലിന്റെ കണ്ണ് ജല ജലമേ പോട്ടെ, മാനത്ത് പറക്കണ ചെമ്പരുന്നിന്റെ കണ്ണ് ജല ജലകി പോട്ടെ, കാക്കമലയിലെ കൈക്കമരത്തിലെ കാറ്റിൻ കൊഞ്ചലോ പെണ്ണേ നീ, കണ്ണേ താമരേ കാതിൽ തേന്മഴേ കണ്ടം പൂട്ടടി പൂഞ്ചോലേ.
പൊളിയണ നേരം കുളിക്കുയിലിന്റെ തെളിക്കലം വേണ കുട്ടി കുറുമ്പുകൾ കേട്ട് വെളിവെയിലത്ത് തുള്ളി പൊളയണ കളക്കുളം പഠിപ്പാട്ട് തണ്ടത്തി കിടക്കണ മുണ്ടത്തി പരലിന്റെ കണ്ണ് ജല ജലമേ പോട്ടെ മാനത്തെ പറക്കണ ചെമ്പരുന്നിന്റെ കണ്ണ് ജല ജലകി പോട്ടെ പാടം പൂത്ത കരിഞ്ചോടി പൂവരമ്പിൽ വാടി കന്നി മടന്തേ നാടൻ കാറ്റ് കിതച്ചോടും ജാത്തിറമ്പിൽ കൂടാം കാട്ടുകരിമ്പേ താനക 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 താതിനോ താനക 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 താതിനോ കാറ്റമറിയിലെ കച്ചമറത്തിലെ കാറ്റിൻ കൊഞ്ചലോ പെണ്ണേ നീ എണ്ണേ താമരേ കാതിൽ തേന്മഴേ കണ്ടം പുട്ടടി പൂച്ചോലേ. അപ്പൊ കൂട്ടുകാരെ, ഞാൻ എൻ്റെ അനാമിക മോൾ ഡയറക്റ്റ് ചെയ്ത ഈ നൃത്തത്തിന് പ്രത്യേകമായിട്ട് നല്ലൊരു ഉമ്മയൊക്കെ കൊടുത്ത് കെട്ടിപ്പിടിച്ച് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് ആശാട്ടി നന്നായിട്ട് ഡയറക്റ്റ് ചെയ്തല്ലേ? ആ ഓക്കെ. നമ്മളത് കണ്ടിട്ട് പിന്നെ അഭിരാമി മോൾ അവിടുന്ന് തന്നെ അങ്ങ് ഹോസ്പിറ്റലിൽ പോവാനുള്ളതുകൊണ്ട് ലൊക്കേഷനിൽ നിന്ന് പോയി കൂട്ടുകാരെല്ലാം ഈ കണ്ട നൃത്തത്തെ കുറിച്ച് ഈ കണ്ട നൃത്തത്തെ കുറിച്ച് ഒരു അഭിപ്രായം ഒന്ന് പറയണേ. എങ്ങനെ ഉണ്ടായിരുന്നു അനാമിക മോളെ? നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ചേച്ചി. അതായത് നോർമലി ചേച്ചി പറയും മക്കളെ അവിടെ നിന്ന് ചെയ്യൂ, ഈ ഷോട്ട് അങ്ങനെ ചെയ്ത് ചെയ്യും, ഇതല്ലേ ശീലമുള്ളൂ. നമ്മള് കണ്ടുപിടിക്കണം, നമ്മളെല്ലാം ഡിസൈൻ ചെയ്യണം. ആ ഒരു രീതി വരുമ്പോഴത്തേക്കും സത്യം പറഞ്ഞ മക്കളെ, എൻ്റെ മനസ്സിലൊക്കെ ഒരു ഭാവനയുള്ളത് എന്താ പറയാ, അതങ്ങനെ അങ്ങനെ കണ്ടൊരു ഡാൻസ് ആയിരുന്നു. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ട്. പ്രത്യേകം എന്താ ഒരു ഷേക്കൻ്റെ ഒന്നുകൂടെ പറഞ്ഞോ. അങ്ങനെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഇവരെല്ലാവരും എന്നോടൊപ്പം ഒത്തുചേർന്ന്, ഭാഗ്യത്തിന് എനിക്ക് അടിയൊന്നും കിട്ടിയില്ല. ഞാൻ വിചാരിച്ചു, ഞാൻ പറഞ്ഞ ഒന്ന് പോടി എന്ന് പറയുമെന്ന്, പക്ഷെ ഇല്ല, എല്ലാം നന്നായിട്ട് ചെയ്ത്. ഇടയ്ക്കിടയ്ക്ക് സജഷൻസ് ഒക്കെ പറയുന്നുണ്ടായിരുന്നു, ഇത് കുറച്ചും കൂടി നന്നാവില്ല, ഞാൻ വൈനോട്ട് അത് ചെയ്യാം, ഒരു കുഴപ്പമില്ല, അങ്ങനെ ചെയ്തു. നല്ലൊരു എക്സ്പീരിയൻസ്. തീർച്ചയായിട്ടും ആദ്യത്തെ ഡയറക്ഷനായിട്ട് ഇത്രയും മനോഹരമായിട്ട് എൻ്റെ അനാമിക മോൾ, അതായത് ഈ 10 വർഷത്തെ ആ പഠനത്തിനുള്ളൊരു ഫലം ആ ഡയറക്ഷനിൽ കാണിച്ചു എന്ന് എനിക്ക് തോന്നി. അത്രയും എനിക്ക് ഇഷ്ടപ്പെട്ടത്. പറയുന്ന കണക്കല്ല, അത്രയും ഷോർട്ടായിട്ട് നമ്മൾ അത്രയും ചെയ്തെടുക്കണ്ടേ മക്കളെ? നമ്മുടെ ഇതിലില്ലേ ഏതൊരു കാര്യത്തില് ഫസ്റ്റ് വരുന്ന അനാമികയാണ്. എല്ലാത്തിന്റെ ഒരു തുടക്കം കാണും, എല്ലാത്തിലും എങ്ങനെ അതുപോലെ എന്ത് നെഗറ്റീവ് ശിക്ഷ. അതുപോലെ ജനം ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഏറ്റവും ലാസ്റ്റ് വാങ്ങാൻ വരുന്നത് അവളാണ്. എല്ലാ കാര്യത്തിലും ഏറ്റവും ലാസ്റ്റും അനാമിക. അത് നെഗറ്റീവ് ഫസ്റ്റ് വാങ്ങിക്കുന്ന അനാമികയാണ്, പോസിറ്റീവ് ഫസ്റ്റ് വാങ്ങിക്കുന്ന അനാമിക അറിയില്ല, അങ്ങേയറ്റം ഇങ്ങേയറ്റം. അപ്പോൾ നമ്മുടെ മീനാക്ഷി മോളും അഭിരാമി മോളും ഇപ്പം ഇവിടെ ഇല്ല. എന്നാലും നിങ്ങൾ 4 പേരും ചേർന്ന് നമ്മുടെ കൂട്ടുകാരുടെ അടുത്ത് ഈ അഭിപ്രായം ബേസ് എല്ലാം പറഞ്ഞു. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരാം. ഓക്കെ, അതുവരേക്കും ടാറ്റ. അയ്യോ, അനാമികയുടെ ഡയറക്ഷൻ ഇനിയും വേണോന്ന് പറയണേ. അനാമികയുടെ ഡയറക്ഷൻ ഇനിയും വേണം. ഇനി അടുത്ത ആഴ്ചയിൽ അടുത്ത ആളുടെ ഡയറക്ഷനിലാണ് വരുന്നത് അല്ലേ? കോർഡിനേറ്റർ തീരുമാനിക്കും. ഓക്കെ, ശരി. ടാറ്റ പറഞ്ഞ മക്കളെ. ടാറ്റ.